തെളിയും, സർവവും തെളിയും. വിളക്കൂതിക്കെടുത്തി ഭാഗം വെപ്പ് നിർത്തി വെച്ചാലും മറ്റൊരു വഴി ഈശ്വരൻ കാണിച്ചു തരാതിരിക്കില്ല. 72 വയസ്സായ ഒരു വൃദ്ധയുടെ മനസ്സിന്റെ ധൈര്യമാണെന്ന് വിചാരിച്ചാൽ മതി. മോൻ നോക്കിക്കോളൂ, മഹാലക്ഷ്മിയും സരസ്വതിയും എന്നും മോന്റെ കൂടെ ഉണ്ടാവും. അല്ലേ മോളെ? അതെ മുത്തശ്ശി. പക്ഷെ അതൊന്നും പറഞ്ഞാ ഈ മണ്ടൻ തലയ്ക്കകത്ത് കയറില്ല. അതല്ലേ കഷ്ടം. ഇവനോട് ഞാൻ എത്ര കാലായിന്നറിയോ ഒരു കാര്യം പറയുന്നു. എന്ത് കാര്യം? മോക്കറിയോ, ഇവൻ നന്നായി പാടും എനിക്ക് തോന്നിയ ദിവസം ഞാൻ ഗുരുവായൂരപ്പനൊരു പ്രാർത്ഥന നേർന്നിരുന്നു. എന്നെങ്കിലും ഒരു സംഗീതോത്സവത്തിന് ഇവനെ അവിടെ കൊണ്ടുവന്നിരുത്തി പാടിക്കാമെന്ന് ഞാൻ മനസ്സ് തട്ടി പ്രാർത്ഥിച്ചതാ. എത്ര തവണ പറഞ്ഞു, കേൾക്കണ്ടേ? വലിയ വലിയ പാട്ടുകാരൊക്കെ അങ്ങനെ മുത്തശ്ശി. നീ എന്റെ അടുത്ത് തല്ലു മേടിക്കും കേട്ടാ. ഉത്സവത്തിനൊക്കെ പാടാൻ പോവാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യം മുത്തശ്ശി? ഇത് കേട്ടാ തോന്നുന്നു ഇങ്ങർക്ക് പാടാനേ അറിയില്ലെന്ന്. മനസ്സറിഞ്ഞ് പാടിയ ഗുരുവായൂരപ്പൻ വരെ ഇറങ്ങി വന്ന് കൈയടിക്കും. അത്ര മനോഹര ബാലേട്ടന്റെ പാട്ട്. ഇത്തവണ ഉത്സവത്തിനെങ്കിലും മോൻ ചെന്ന് പാടണം. എന്റെ പ്രാർത്ഥന നടക്കട്ടെ. എന്താ? സംഗീതോത്സവത്തിന് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ബാലേട്ടൻ പാടുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഞാനും വ്രതം എടുക്കാൻ പോവാ. ദേ പാടണം. മുത്തശ്ശിയുടെ പ്രാർത്ഥന മാത്രമല്ല, എന്റെ ആഗ്രഹം കൂടിയാ. നിനക്കെന്താ വല്ല ബാധയും കൂടിയിട്ടുണ്ടോ? അതെ, ബാധ കൂടി. ബാലേട്ടൻ മനസ്സിലായില്ലേ? ഇതാണ് സ്നേഹത്തിന്റെ ബാധ. മുത്തശ്ശി പറഞ്ഞത് കേട്ടില്ലേ? ബാലേട്ടന്റെ കൂടെ എപ്പോഴും സരസ്വതി മഹാലക്ഷ്മി ഉണ്ടത്രേ. ആ മഹാലക്ഷ്മി മറ്റാരുമല്ല, ഞാനാണ്. നിനക്ക് വട്ട. എന്റെ മനസ്സിൽ എത്ര ഒരു ബാധയില്ലെന്ന് നിന്നോട് എത്ര പ്രാവശ്യമായി ഞാൻ പറയുന്നു. വെറുതെ സ്നേഹിച്ചും പ്രേമിച്ചും നിന്റെ തോളത്ത് കൈവച്ചും ആടിപ്പാടി നടക്കാൻ ശ്രീകൃഷ്ണൻ ഉണ്ടാക്കി തന്ന അമ്പാടിയൊന്നും അല്ല ഈ തറവാട്. ഇതിനകത്ത് മുഴുവൻ പ്രശ്നങ്ങളാ. പണവും പ്രതാപവും ഉയർന്ന ജോലിയുള്ള ഒരാളെ കൊണ്ടേ നിന്നെ വിവാഹം കഴിപ്പിക്കുമെന്ന് ഓർമ്മ വെച്ച കാലം മുതൽ അമ്മാവും പറയുന്നത് കേട്ട് വളർന്നവനാണ് ഞാൻ. എനിക്ക് എന്നെ ഇഷ്ടമാണ്. എന്നാലും നിന്നെ ഒരിക്കലും എനിക്ക് കിട്ടില്ല എന്നേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. മറിച്ച് ചിന്തിക്കാൻ ഇപ്പോഴും വയ്യ.